നമസ്കാരം. ഇത് കല്ലിന് വേണ്ടിയുള്ള ഔഷധമാണ്. കല്ലിന്, അതായത് ഇത് കറ്റാഴ വർഗത്തിൽപ്പെടുന്നതാണ്. ഈ വേലിയിലൊക്കെ നട്ടിരിക്കും തെങ്ങ് പോലെ വണ്ണം വെച്ച് കയറും. അതുമല്ല, പക്ഷെ അതുപോലെ തടിയാവില്ല. 1.25 അടി 2 അടിയോളം വരെ നീളം ഇതിൽ ഉണ്ടാകും. ഇതാണ് കണ്ട, അതിൻ്റെ അഗ്രത്തിൽ നിന്നുമാണ്, മുനയിൽ നിന്നുമാണ് സന്താനം ഉൽപ്പാദിക്കുന്നത്. പക്ഷേ ഇലകളിൽ നിന്നുമാണ് സന്താനം. പക്ഷേ ഇതിന് വേറെ വിത്തോ കായോ ഒന്നുമില്ല. പക്ഷേ അവസാനത്തിൽ ഇത് 1-2 വർഷമൊക്കെ ഈ നിൽക്കുമ്പോഴും ചെറിയ ഈ പിള്ളേർ മണ്ടയിലിടിക്കുന്ന ചുടക്കൂലത്തെ ചെറിയ ചുടക്കുണ്ടാവും. ഇത് കല്ലിന് ഭയങ്കര ഔഷധമാണ്. ഇത് മീൻ കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല. രാവിലെ വെറും വയറ്റിൽ ഇത് കഴിച്ചാൽ മാറും. ഇത് തുടർച്ചയായിട്ട് 7 ദിവസം ചവച്ച് തിന്നണം. പല്ലില്ലാത്തവരെ അതിനെ നഷ്ടപ്പെടാത്ത രീതിയിൽ അരച്ച് അത് കഴിക്കുക. ഇത് ഒരു 3 ഇല കഴിക്കാം. ഒരു 7 ദിവസമായിട്ട് കഴിക്കാം. നല്ല ആരോഗ്യം ഉള്ളവർ. പക്ഷെ അല്ല, ആരോഗ്യം കുറഞ്ഞവരാണെങ്കിൽ 2 ഇല. അതൊരു 7 ദിവസം കഴിച്ചതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിക്കാതിരുന്നിട്ട് വീണ്ടും തുടർന്ന് ഒരു പ്രാവശ്യം കഴിച്ചാൽ കംപ്ലീറ്റ് കല്ല് പോകും. ഇതെൻ്റെ അനുഭവത്തിലുള്ളതാണ്. ഞാനിവിടുന്ന് കല്ല് കൊഞ്ചിയും പല മരുന്നുകളും കഴിച്ചു. കല്ലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ മൂത്രതടസ്സം കാര്യമൊന്നുമില്ല. മൂത്രപ്പൈക്കകത്ത് വലിയ ഇത്ര വലിപ്പമുള്ള വലിയ കല്ലാണ് ഇരുന്നത്. അത് 3 കല്ലിരുന്ന് അവർ എടുത്തുകളെ ഇപ്പോഴും എളുപ്പം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്ത് എൻ്റെ ശരീരത്തിലുള്ള ബ്ലഡെല്ലാം പോയി. ഒടുവിൽ അതിലൊന്നും എടുക്കാൻ പറ്റാത്തത് കണ്ട് അവർ ഓപ്പറേഷത്തിന് ഡേറ്റ് വെച്ച് മയക്ക് ഇഞ്ചക്ഷനെ കാണിച്ചു. ഇപ്പോൾ തിരിച്ച് മയക്ക് ഡോക്ടറെ കാണിച്ച് മയക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ തീരുമാനിച്ച് അവിടെ ഇരിക്കുമ്പോഴേ ആശുപത്രിയിൽ വന്നപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തൊരു വേറൊരു സ്ഥലത്ത് കൊണ്ടിരുത്തി. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ 1.5 വർഷം 2 വർഷമായവരും രൂപിട്ടിരിക്കുന്നവരും സർജറി കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര കഷ്ടപ്പെട്ടാണ്. അത് ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പാടില്ല, ആ ഓപ്പറേഷൻ പോകാൻ പാടില്ല എന്ന് കഴിച്ച് ഒടുവിൽ എൻ്റെ ജീവൻ രക്ഷിച്ചത് എനിക്ക് സുഖം തന്നതായ മരുന്നാണ് ഇത്. ഇതിൻ്റെ ഇലയിൽ നിന്നാണ്. പക്ഷേ ഇതിൽ ചിലർ പറയും, ചിലർ പറയും ഇത് മുനയിൽ തെളുത്താനെന്ന് പറയും. മുനയിൽ തെളുത്താൻ തുമ്മിൽ. പക്ഷേ അതിൻ്റെ മുനയിലല്ല, ഇവിടെ എല്ലാം സന്താനങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. അറ്റം വരെ 2 അടി വരെ നീളമുള്ള ഇല ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും കൂടുതലും ഉണ്ടാകുമോയെന്ന് അറിയില്ല. പക്ഷേ ഈ രീതിയല്ല, ഇതിനേക്കാൾ അരഭാഗം കൂടെ വീതിയും ഉണ്ടാകും. ഇത് ഒരു സൈഡ് എഫക്റ്റോ കാര്യമോ ഒന്നും ഉള്ളതല്ല. ഇത് കല്ലിരുന്നാലും ശരി, മൂത്രപ്പയിലായാലും ശരി, പിന്നെ കിഡ്നിയിലായാലും ശരി, ശരീരത്തിൽ ഏത് ഭാഗത്തിരുന്നാലും മാറുമെന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ ഇത് ഒരു കൊച്ച് കിഡ്നിയിൽ 2 കിഡ്നി നിറഞ്ഞിരിക്കുന്ന കല്ല് കഴിച്ച് ഒരാഴ്ച സുഖം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വയറ്റുവേദന കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോയപ്പോഴും അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ കല്ല് കരിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് അറിയണമാണ്. അത് അവരങ്ങനെയൊക്കെ പറയും. ഇത് നല്ല ദിവ്യ ഒരു ഔഷധമാണ്. ഇത് ഞാൻ 500 രൂപ കൊടുത്താണ് ഇത് വാങ്ങിച്ചുകൊണ്ട് നട്ടത്. ഇത് അനുഭവം ഉള്ളൊരു മരുന്നായത് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഔഷധം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നത്.